ഇതിലേന്നോടി വഴിയാന്നോടി ഇത്? ഇതിലേ പോകാനാന്നോടി പറയുന്നേ? ഒരു സൈഡിൽ കൊക്കയാടി. കൂകല്, പാലംതൂർ, മന്നവന്നൂർ, ക്ലാവര എന്നിങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ നമുക്ക് പോകാനുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലാവര ആണെങ്കിലും ക്ലാവര എന്ന് എല്ലാവരും പറയുന്നത്, ഉച്ചാരണം ക്ലാവര എന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് നമ്മൾ കൂകൽ ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് 5 കിലോമീറ്ററാണ് കൂകൽ ലേക്കിലേക്കുള്ളത്. നമുക്ക് നേരെ കൂകൽ ലേക്കിലേക്ക് പോവാം. കൂകൽ അവിടെ 5 കിലോമീറ്ററിന് വളവ് തിരിഞ്ഞപ്പോൾ 8 കിലോമീറ്റർ ആയോ? അത് കൊള്ളാമല്ലോ. ഇത് കണ്ടായോ? ഇത് പൈൻ ഫോറസ്റ്റിനകത്തൂടുള്ളൊരു റോഡാണ് കേട്ടോ. ആനയുണ്ടെന്ന് തോന്നുന്നു. ആനയാന്നോ? അവരെല്ലാം തിരിച്ചോടി വരുന്നത് എന്താണ്? എന്തോ സംഭവിച്ചു എന്നറിയാൻ വയ്യ. ഇവരെല്ലാവരും വണ്ടി എടുത്ത് വട്ടം വെച്ച് കളിക്കുന്നുണ്ടപ്പോൾ ഞാൻ വെച്ച് ആനയും കണ്ടിറങ്ങി വരികയെന്ന്. ഇവരെന്താ കാണിക്കുന്നതൊരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. വണ്ടി റോഡിന് ക്രോസ് ഇട്ട് ഓടിയൊക്കെ വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഏതാണ്ട് ആനയും കണ്ടിറങ്ങി വന്ന്. ഫോട്ടോമാർ റോഡിന് ക്രോസ് വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. ബ്ലഡി ഫോൾസ്. അതിൻ്റെയൊക്കെ ഓട്ടവും ചാട്ടം കണ്ടപ്പോൾ ഞാനൊന്ന് വരണ്ട്. കാരണം ഒരു വിൻറ്റേജ് ലുക്ക്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പല ബുക്കിൻ്റെയും പുറംപൊതികളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വഴി. പണ്ട് നോട്ട്ബുക്കൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ പുറംപൊതിയിൽ ഇതേപോലുള്ള 2 സൈഡിലും ഇതേപോലെ മരങ്ങളും നടുക്ക് ചെറിയ റോഡും ഒക്കെയുള്ള ഒരുപാട് പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഒരു രീതിയിലുള്ള ഒരു റോഡാണ് കേട്ടോ. സംഭവം ഇഷ്ടപ്പെട്ടു. റോഡിന് വീതി കുറവാണെന്ന് മാത്രമല്ല, സൈഡിലേക്ക് നമുക്ക് ഇറക്കി വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സൈഡ് കുഴിയുമാണ്, ആ ഇറക്കി കഴിഞ്ഞാൽ അവിടെ ചെളിയുമാണ്. അപ്പം കാറൊക്കെ ഓക്കെയാണ്, കാറൊക്കെ ഇറക്കാം. ബൈക്ക് ഇറക്കി കഴിഞ്ഞാൽ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ഒരു ഹെവി ബൈക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ മുക്കറയിടും. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട. റോഡിൽ തന്നെ നിർത്തിയാൽ എത്ര വലിയ വണ്ടി വന്നാലും റോഡിൽ നിന്ന് ഇറക്കുന്നത് സേഫായിരിക്കത്തില്ല. കൊടൈക്കനാൽ വന്ന എല്ലാം അങ്ങ് കണ്ടേക്കണം, കാണാൻ പറ്റുന്ന അത്രയും അങ്ങ് കണ്ടേക്കണം. അല്ല ചുമ്മാ ടൗണിൽ വന്ന് കറങ്ങി അവിടെ ലേക്കിൽ പോയി ബോട്ടിന് അവിടെ മറ്റേ പെഡൽ ബോട്ടുണ്ടല്ലോ അതും ചവിട്ടി, സൈക്കിളും ചവിട്ടി 2 വ്യൂ പോയിൻറ്റും കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കരുത്. ആഴത്തിലേക്ക് ഇറങ്ങണം. ആഴത്തിലേക്ക് ഇറങ്ങി നോക്കുക ഒരുപാടുണ്ട്. അതാണ് കൊടൈക്കനാൽ. ചുമ്മാ അല്ലല്ലോ ഇത്ര ഫാൻസ് കൊടൈക്കനാലിന്. ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് കൊടൈക്കനാലിൽ വലിയൊരു കാട്ടുതീയൊക്കെ പിടിച്ചാൽ അതിന് ശേഷമല്ല ഈ പാസ്സൊക്കെ നിലയിൽ വന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടല്ലേ, എല്ലാം കരിഞ്ഞുണങ്ങിയൊക്കെ കിടക്കുകയാണ്. കുറേ വീണ് കിടക്കുന്നു, കുറേ നിൽക്കുന്നുണ്ടെങ്കിലും കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. ഈ കൂകൽ റൂട്ടിലുള്ള ഈ ഭാഗത്താണോ ഈ കാട്ടുതീ പിടിച്ചത്? എനിക്കറിയത്തില്ല. ഈ ഒരു മരങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൈസയിലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. കൂകൽ വേറെ ലെവൽ സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. കണ്ടിട്ടില്ലെങ്കിൽ കേട്ടറിവ് ഭയങ്കരമാണ് കൂകലിനെ പറ്റി. നല്ല പല എന്താ പറയുക, ഓരോ വളവ് തിരിയുമ്പോഴും ഓരോരോ കാഴ്ചകളാണ്. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ പച്ച മൈതാനം പോലെ സ്ഥലം, പിന്നെ കുറേ ഇടത്ത് കരിഞ്ഞ മണങ്ങൾ, പിന്നെ കുറേ പൈൻ കാടുകൾ, പിന്നെ കുറച്ച് തിങ്ങിയ എന്താണ് തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങളുള്ള ഒരു കാട്. അങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കൂകലിലോട്ടുള്ള വഴികളിൽ നമുക്ക് തരുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് ഫ്യൂലും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് വരിക. വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യുക. യാതൊരുവിധ കംപ്ലൈൻറ്റും വണ്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ ഭാഗത്തൊക്കെ വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം സഹായത്തിന് പോലും ഒരാളെയും കിട്ടാൻ പറ്റത്തില്ല. വീടുകളോ ജോലിക്കാരോ തോട്ടം തൊഴിലാളികളോ ആരും തന്നെ ഈ ഭാഗങ്ങളിലേക്കില്ല. മനസ്സിലായില്ലേ? ഏകദേശം 10-20 കിലോമീറ്ററോളം, എന്താണ് 10-20 കിലോമീറ്ററോളം ഇല്ല, എന്നാലൊരു 10-13 കിലോമീറ്ററോളം ഒറ്റപ്പെട്ട സ്ഥലമാണിത്. പിന്നെ അങ്ങേ അറ്റം ചെല്ലുമ്പോൾ കൂകൽ ചെല്ലുമ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയത്തില്ല. നമുക്കെന്തായാലും നോക്കാം. ഇതൊക്കെ തോട്ടത്തിലോട്ടൊക്കെ പോകുന്നു. ഇവിടെ കൃഷിയിടങ്ങളിലൊക്കെ പോകുന്ന ചേച്ചിമാരാണെന്ന് തോന്നുന്നു കേട്ടോ. കയ്യിൽ മറ്റേ അരിവാളൊക്കെ ഇരിപ്പുണ്ട്. ഇതിൽ അയ്യപ്പനും കോശിക്കകത്ത്, എൻ്റെ പൊന്നി, അയ്യപ്പനും കോശിക്കകത്തൊക്കെ നമ്മൾ ഇതേപോലുള്ള ചേച്ചിമാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് അരിവാളും ഒക്കെ ആയിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ആ ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ കൂകലിലോട്ട് ഇനി 2 കിലോമീറ്റർ ആണോ ഉള്ളത്, 2 കിലോമീറ്റർ. കൂകൽ എത്താറായതിൻ്റെ ഒരു സിമ്പിളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡുണ്ട്, ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ
ഈ സൈഡ് റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ചെടികളൊക്കെ കാരണം നമുക്കൊരു നല്ലൊരു വ്യൂ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ചെറിയ ചെടികളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൈസ് വ്യൂ ഒക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂകലെത്തിയപ്പോൾ ഇവിടെ നമുക്ക് ആൾക്കാരുടെ താമസവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ചെറിയ ചായക്കടയുണ്ട്. കൂഗൾ ലേക്ക് വ്യൂ, ഇതാണ് കൂഗൾ ലേക്ക് എന്ന് പറയുന്നത്. ഗൈസ് നമ്മൾ കൂഗൾ ലേക്കിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കൂഗൾ പൂമ്പാറ റോഡാണിത്. ഇറങ്ങടി പട്ടി. താമരയല്ല, ആമ്പല, നീലത്താമരയോ? ഇതൊരു സിനിമ പേരല്ലേ? അങ്ങനെ നമ്മൾ ഏകദേശം കൂഗളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാപ്പിനകത്ത് 600 മീറ്ററാണ് കാണിക്കുന്നത്. ഈ കാണുന്നതാണോ കൂഗൾ? ഇവിടെ കാളയാന്ന് തോന്നുന്നു. കാളേനെ കൊണ്ടുവരിക. കാളേനൊക്കെ സൂക്ഷിക്കണം. പോരികാളയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൊമ്പിനകത്തൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതുകൊണ്ട്. ഈ കൂഗൾ 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 എന്ന് പറഞ്ഞ് വളരെ ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമുണ്ട്, ഒരു റീലുണ്ട്. ദിസ് ഈസ് നോട്ട് സ്കോട്ട്ലാൻഡ്, ദിസ് ഈസ് കൂഗൾ എന്ന് പറഞ്ഞൊരു റീലുണ്ട്. എൻ്റെ മോനെ ഭയങ്കര വൈറലായൊരു റീലാണ്. അതൊന്ന് കാണാനാണ്, ആ ഒരു സ്ഥലമാണ് എനിക്ക് കാണേണ്ടത്. ആ സ്ഥലം തേടിയിട്ടാണ് ഞാൻ ഈ കൂഗളിലോട്ട് വരുന്നത്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ആ ഒരു സ്ഥലം കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം. എവിടെ കൂഗൾ ഏകദേശം എത്തിയിട്ടുണ്ട്. കൂഗളാണെന്നും പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എങ്ങോട്ടാണ്, എതിരെയാണ് പോകുന്നതൊരു പിടിയും കിട്ടുന്നില്ല. ഈ പാസ് എടുക്കണമെന്നൊക്കെ ഉള്ളൊരു ബോർഡ് ഈ ബസ്സിൻ്റെ പുറകിലേക്ക് എഴുതി വെച്ചിരിപ്പുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഹെയർ പിന്ന് പോലെയാണ്. വീഴാനൊക്കെയുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് കേട്ടോ. ഹെയർ പിന്നാണെങ്കിൽ പോലും പൊട്ടിപ്പൊളിഞ്ഞ വഴികളാണ്. ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ല എങ്കിൽ ഒരഞ്ഞു വാരി താഴെ കിടക്കും. അത് KL11 കേട്ടോ. KL11 വണ്ടി അത്. നമ്മുടെ നാട്ടിലെ KSRTC ഇല്ലേ, തമിഴ്നാട്ടിലെ TNSTC എന്ന് പറയുന്ന സാധനം. അത് തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ സാധനം. കൊള്ളാം എന്തായാലും. നമുക്ക് നോക്കാം. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സ്ഥലം ഏത് ഭാഗത്താണ് എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അറിയാൻ വയ്യ എന്താന്ന്. ഇവിടുന്ന് വഴി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വഴിയില്ല. എനിക്കറിയാൻ വയ്യ. എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാനും തപ്പി വന്നേ ബ്രോ. ഞാൻ ഒരു റീല് കണ്ട ആ സ്ഥലം എന്താന്ന് ഞാൻ തപ്പുന്നത്. എവിടുന്നാ? ഓണായി. ഗൈസ് നമ്മൾ ആ ബസ്സിൻ്റെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നു. ബസ് എടുത്തില്ല, അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി. ഞാൻ അന്തര ക്യാമറ ഞാൻ ഓൺ ആക്കാനും വിട്ടുപോയി. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ളൊരു വഴി കൂടെയാണ് കയറ്റി വിട്ടത്. ഇത് ഒരുമാതിരി ഓഫ് റോഡാണല്ലോ ഭഗവാനെ. ഇത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. വഴിയുണ്ടോ? അങ്ങോട്ട് വഴിയുണ്ടോടാ?
വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കൂഗൽ എന്ന് പറയുന്ന സാധനം കുറച്ച് റിസ്കി എലമെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഭഗവാനി കൃഷ്ണനാരായണ മുകുന്ദ ജനാർദ്ദന. അയ്യോ, ഒരു കയ്യിലിരിക്കുന്ന മുതൽ ഇതായതുകൊണ്ട് ഒരു സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. കൊടൈക്കനാ ഇതിലേന്നോടി വഴിയാന്നോടി ഇത്? ഇതിലെ പോകാനാന്നോടി പറയുന്നേ? ഒരു സൈഡിൽ കൊക്കയാടി, ഒരു സൈഡിൽ കൊക്കയാണോ? അയ്യോ കൊക്ക, വഴിയുണ്ടോ? ഞാനും കൂടെ വരാം. ന്നോ ഗേൾസ്, ഈ സ്ഥലവും നോക്കിയേ, എന്ത് രസവും നോക്കിയ സ്ഥലം. പക്ഷേ ഞാൻ വണ്ടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. വഴിയുണ്ടോ? എന്നാ വേണ്ട, വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നടന്നു വല്ല പോവാ. അയ്യോ എനിക്ക് വയ്യ. നീയും കൂടെ വാ, ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ഗൈസ്, നമ്മൾ നടന്നു പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താന്നേ. ഒരാൾ കമ്പോ എവിടെ പൈസ? എഴുതി വെച്ചിട്ടുണ്ട് ഫീ 50 രൂപ. ഈ സ്ഥലം അറിയാവോ? കയറുക, പയ്യെ കയറുക, കയറി വടി. നീ മുന്നാടി ഞാൻ പറയുമ്പോൾ മുന്നിൽ നടന്നു പോകാം കേട്ടോ. എന്തോ ചെയ്യോ? ഉണ്ട് കേട്ടോ. പുള്ളിക്കാരനെ കെട്ടിയിട്ടും ഇല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇത് ഇങ്ങനെ അടുത്ത് ഒരു പശുവൊക്കെ വന്ന് നിൽക്കുന്നവരുടെ കുതിരയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുന്നതേ. പുള്ളിക്കാരൻ അക്രമകാരി അല്ലെന്ന് തോന്നുന്നു, നമ്മളെ പേടിച്ച് നടക്കുകയെന്ന് തോന്നുന്നു അയാളുടെ ഒരു മുഖഭാവമൊക്കെ കണ്ടിട്ട്. പുള്ളിക്കാരൻ പോവാതെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ല, കാരണം ആനിമൽസ് അല്ലേ നമ്മൾ, കാരണം അവരുടെ ഒരു മൂഡ് ഇതാക്കരുതല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ട് പുള്ളിക്കാരൻ വാലൻ്റായി കാല് പൊക്കി തൊഴിക്കത്തില്ലെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അത് ഒരു കുതിരശക്തി, ഇത് 35 കുതിരശക്തി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, കാല് മുടക്കി തൊഴി ഒഴിച്ചാൽ 35 കുതിരശക്തിയും കൂടെ താഴെ കിടക്കും. ഇതൊന്നും പോകുന്നില്ലല്ലോ പുല്ല്. ഇതൊന്ന് പാസ് ചെയ്ത് പോയായിരുന്നെങ്കിൽ എടി ഒരു ഫോട്ടോ എടുത്തേ.
ഇതൊന്ന് പാസ് ചെയ്ത് പോയായിരുന്നെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകായിരുന്നു. പൈസ കുതിര അങ്ങോട്ടൊന്ന് ചരിച്ച് സപ്പോർട്ട് ചെയ്യ്. ഞാൻ പൊക്കുമ്പോഴേ അവിടെ പിടിക്കണ്ട, പുറകെ പിടിച്ചാൽ മതി. സപ്പോർട്ട് ചെയ്താണ്, സപ്പോർട്ട് നീക്കൂ. ആ ഓക്കെ സെറ്റ്. എന്തൊരു പാടാ പുല്ല്. എന്തൊരു പാടാ. ഞാൻ കുതിരയുടെ നോട്ടം കണ്ടപ്പോൾ എന്തുവാ, കുതിരയുടെ നോട്ടം കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. കയറിക്കോ പൈസ. അങ്ങനെ നമ്മൾ കുതിരയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓഫ് റോഡ് ആയിട്ട് മുകളിലോട്ട് പോവാം. ഇല്ലല്ലോ, 1.5 മണിക്കൂറോടെ വീഡിയോ എടുക്കാമല്ലോ.